നമുക്ക് ഈ കഴിഞ്ഞ ദിവസം നമ്മളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം ഇതായിരുന്നു: എന്തിനായിരുന്നു കേരളത്തിലെ സർക്കാരും കേന്ദ്ര പ്രതിനിധിയായിട്ടുള്ള ഗവർണറും തമ്മിൽ തർക്കമുണ്ടായത്? കുറച്ചു കാലം മുമ്പ് നമ്മൾ കരുതിയിരുന്നത് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം, പ്രത്യേകിച്ച് ഹയർ എഡ്യൂക്കേഷൻ, അത് കുത്തഴിഞ്ഞു കിടക്കുകയും അതിൽ CPMൻ്റെ പാർശ്വവർത്തികൾക്ക്, CPMുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മന്ത്രിമാരുടെ ഭാര്യമാർക്ക് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾക്ക് ഒക്കെ നിയമനം കൊടുക്കുന്ന ഒരു മേഖലയായി സർവകലാശാലകൾ മാറിയോ? അതായിരുന്നു BJP, കോൺഗ്രസ് തുടങ്ങിയവർ അതിശക്തമായിട്ട് ഉന്നയിച്ച ആക്ഷേപം. നമുക്കും അതൊക്കെ ശരിയാണെന്ന് തോന്നിയിരുന്നു. അങ്ങനെ നമ്മുടെ അക്കാഡമിക് മേഖല തകർക്കുന്നത് ശരിയല്ല എന്ന അഭിപ്രായം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ കഴിഞ്ഞ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തിയ യുദ്ധങ്ങളൊക്കെ നമ്മുടെ സർവകലാശാലകളെ ഏറ്റവും സർഗാത്മകമാക്കുന്നതിന് വേണ്ടിയുള്ള യുദ്ധങ്ങളായിരുന്നു എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അതിൻ്റെ കൂടെ ജനങ്ങൾ ഒത്തുചേരുകയും കൈയടിക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് പുതിയ ഗവർണർ വന്നു, രാജേന്ദ്ര ആർലേക്കർ. അദ്ദേഹം അത് തുടർന്നു, വാശിയായി. സർവകലാശാലയിലെ വൈസ് ചാൻസലർമാരെ നിയമിക്കുന്നത് ആരാണ്? അത് ഞാനാണ്, ഗവർണറാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ല, മുഖ്യമന്ത്രിയാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. തർക്കം നീണ്ടു. സെർച്ച് കമ്മിറ്റിയെ നിശ്ചയിച്ചു. അവർ ലിസ്റ്റുണ്ടാക്കി. ആ ലിസ്റ്റിൽ മുഖ്യമന്ത്രി ഉന്നയിച്ച അല്ലെങ്കിൽ മുഖ്യമന്ത്രി പ്രാമുഖ്യം കൊടുത്ത, മുഖ്യമന്ത്രിയുടെ പ്രിയോറിറ്റിയിൽ വരുന്നവരെ ഒരു കാരണവശാലും VC ആക്കില്ല എന്ന് ഗവർണർ ശഠിച്ചു. ഗവർണർക്ക് ഗവർണറുടേതായിട്ടുള്ള 2 VCമാരെ മുന്നോട്ട് ഉന്തിക്കൊണ്ടുവരാനുണ്ടായിരുന്നു. അദ്ദേഹം അവരെ ഉന്തിക്കൊണ്ടുവരികയും ചെയ്തു. വീണ്ടും കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി വീണ്ടും അവരോട് തീരുമാനമെടുക്കാനായിട്ട് കർക്കശമായിട്ട് പറഞ്ഞു. പെട്ടെന്നൊരു ദിവസം രാവിലെ ആർലേക്കർ എന്ന ഗവർണർ മുഖ്യമന്ത്രി എന്ന് പറയുന്ന പിണറായി വിജയനെ വിളിക്കുന്നു. അവർ ഒരുമിച്ചിരുന്ന് 5 മിനിറ്റ് നേരം സംസാരിക്കുന്നതിന് 10 മിനിറ്റ് നേരം സംസാരിക്കുന്നു. പ്രശ്നം അവസാനിപ്പിക്കുന്നു. ഒരു വൈസ് ചാൻസലറെ ഗവർണർക്ക് കൊടുത്തു, ഒരു വൈസ് ചാൻസലറെ മുഖ്യമന്ത്രിക്കും കൊടുത്തു. 2 പേരും തർക്കം പരിഹരിച്ചത് ഒത്തുതീർപ്പിലൂടെയാണ്, പങ്കിട്ടെടുക്കലിലൂടെയാണ്. ഇവിടെ എവിടെയാണ് നമ്മുടെ വിദ്യാഭ്യാസം സർഗാത്മകമായിട്ട് പൂത്തുലഞ്ഞത്? എവിടെയാണ് നമ്മുടെ അക്കാദമിക് വിദ്യാഭ്യാസം മഹത്തരമായിട്ട് വാഴ്ത്തപ്പെട്ടത്? ഈ കള്ളജന്തുക്കൾക്ക് കട്ടുതിന്നാനും പങ്കുവെക്കാനും മാത്രമുള്ള സംവിധാനമാണത്. അതാണ് പുതിയ ചോദ്യം.